അരുണാചൽ പ്രദേശിൽ നമ്മൾ കണ്ടതാണ്. അരുണാചൽ പ്രദേശിൽ 60 അംഗ നിയമസഭയിൽ 44 MLA-മാരുണ്ടായിരുന്ന വൻ ഭൂരിപക്ഷത്തിൽ ചെറുപ്പക്കാരനായിട്ടുള്ള പ്രേമഖണ്ഡു മുഖ്യമന്ത്രിയായി. ആ പ്രേമഖണ്ഡുവും 43 MLA-മാരും മന്ത്രിമാരും ഒരുമിച്ച് BJP-യിൽ പോയിട്ടാണ് BJP ഇല്ലാത്ത അരുണാചൽ പ്രദേശ് BJP-യുടെ സംസ്ഥാനമായി മാറിയത്. ഇന്ന് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വേട്ട നടത്തുന്ന ആസാമിൽ ഹേമന്ത് വിശ്വ ശർമ്മ പഴയ കോൺഗ്രസിൻ്റെ നേതാവല്ലേ? കോൺഗ്രസിൻ്റെ നേതാവിന് എങ്ങനെ ഇത്ര വലിയ BJP-യുടെ പക്ഷത്തേക്ക് ചേരുമ്പോഴേക്ക് ഇത്ര വലിയ ന്യൂനപക്ഷ വേട്ട, മുസ്ലിം വേട്ട നടത്താൻ വേണ്ടി കഴിയുന്നു? അപ്പോൾ ഇവർ കൈകാര്യം ചെയ്ത ആശയമെന്ന് പറയുന്നത് മതനിരപേക്ഷതയിലൂന്നിയ ആശയമാണോ എന്ന് അസം മുഖ്യമന്ത്രിയെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. ബിരേൻ സിംഗിനെ നോക്കിയാലും അത് മനസ്സിലാകും. മണിപ്പൂരിൽ, അതുപോലെ തന്നെ ത്രിപുരയിൽ മണിസ്വാഹ പ്രതിപക്ഷ നേതാവായിരുന്നില്ലേ? ഇവിടുത്തെ VD സതീശനെ പോലെ പ്രമുഖനായിരുന്നല്ലോ പ്രതിപക്ഷ നിരയിൽ. BJP-യുടെ മുഖ്യമന്ത്രിയായില്ലേ? കോൺഗ്രസിൻ്റെ നേതാവായിരുന്നല്ലോ. 12 MLA-മാരെ സഭയിൽ MLA-മാരില്ലാത്ത BJP-ക്ക് നൽകിക്കൊണ്ടാണ് ത്രിപുരയിൽ കോൺഗ്രസ് BJP-ക്ക് അധികാരം നൽകിയത്. ഓരോ സംസ്ഥാനങ്ങളിലും ഇങ്ങനെ പരിശോധിച്ചാൽ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടി വരും. 1 ഡസനിലധികം മുഖ്യമന്ത്രിമാർ BJP-യിലേക്ക് കോൺഗ്രസിൽ നിന്ന് പോവുകയാണ്. MLA-മാർ എത്രയാണെന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ വേണ്ടി കഴിയില്ല BJP-യിലേക്ക് പോയത്, BJP-ക്ക് വളർച്ചയുണ്ടാക്കാൻ വേണ്ടി. ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് നോക്കിയാൽ മോദിക്ക് വേണ്ടി കൈപൊക്കുന്ന കഴിഞ്ഞ കാലഘട്ടത്തിൽ ഏതാണ്ട് BJP-യുടെ 50% MP-മാരാണ് പഴയ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഇപ്പോൾ ഒരു ട്രെയിനിങ് ക്യാമ്പായി നിൽക്കുകയും ജനപ്രതിനിധികളെ സൃഷ്ടിക്കുകയും രാഷ്ട്രീയ നേതാക്കന്മാരെ സൃഷ്ടിക്കുകയും തുടർന്ന് BJP-ക്ക് സംഭാവന ചെയ്യുകയുമാണ് രാജ്യത്തുടനീളം ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും.